ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അപ്പമാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയും ബാക്കി സാധനങ്ങളും എല്ലാം തന്നെ നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു അപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 1/2 കപ്പ് അളവിൽ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 2 ഏലക്കായും ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരു പഴം കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്കും നമ്മളെടുക്കുന്ന അരിപ്പൊടിക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ മൊത്തത്തിലൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ എള്ളു കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഏത് സൈസിലാണോ അപ്പം വേണ്ടത് ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഒരു തവി ഉപയോഗിച്ച് നമുക്ക് മാവ് എണ്ണയിലേക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരപ്പത്തിനുള്ള മാവൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഈ അപ്പം താനെ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് വേണം അടുത്ത അപ്പത്തിൻ്റെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് 2 or 3 അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് പൊങ്ങി വന്നതിന് ശേഷം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഞ്ഞി പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.